നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം 30,000-ലധികം പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഷോപ്പുകളുണ്ട്. അത്രയും പ്രൊഡക്റ്റുകളെ നമുക്ക് കൃത്യതയിലാണ് എന്ന് പറയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സാവകാശം ഇതിനകത്ത് അനിവാര്യമാണ്. പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ ഉടമസ്ഥാവകാശ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാർ. ലക്ഷ്യം വിദേശ നിക്ഷേപം ആകർഷിക്കൽ. ഇന്ത്യ US ഊർജ്ജ വ്യാപാരം വർദ്ധിപ്പിക്കുമെന്ന് പീയൂഷ് ഗോയൽ. ആണവോർജ്ജ മേഖലയിലെ സഹകരണവും ഉടൻ. സെൻസെക്സ് 94,000-ലേക്ക് എത്തുമെന്ന് HSBC. ഇന്ത്യൻ ഓഹരികളുടെ റേറ്റിംഗ് ന്യൂട്രലിൽ നിന്നും ഓവർ വെയ്റ്റായി ഉയർത്തി. ഓഹരി വിപണി പ്രവേശനത്തിനൊരുങ്ങി ഫോൺ പേ. പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് രഹസ്യമായി സെബിക്ക് അപേക്ഷ നൽകി. സമാഹരിക്കുക 12,000 കോടി രൂപ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 386 പോയിന്റ് താഴ്ന്ന് 81,715-ലും നിഫ്റ്റി 112 പോയിന്റ് താഴ്ന്ന് 25,056-ലും ക്ലോസ് ചെയ്തു. വിശദവിവരങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, എന്താണ് വിശദാംശങ്ങൾ? ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തത് 25,100 മറികടന്നുകൊണ്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 25,027 എന്നുള്ളൊരു ലോ ആണ് നിഫ്റ്റി 50 ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ത്രൂ ഔട്ട് ദ ഡേ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി 50 ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റുകൾ ഒന്നും തന്നെ പറയത്തക്ക രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ക്ലോസിംഗിന്റെ ബേസിസിലേക്ക് വരുമ്പോൾ ഇന്റൻസിറ്റി ഒരു അല്പം കൂടി 0.5% അടുത്ത് നിന്നുകൊണ്ടുള്ള ഒരു ഇടിവ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എഗെയിൻ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്തും നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടി സെല്ലിംഗ് പ്രഷർ കൂടുതലായിരുന്നു. 388 പോയിന്റുകളുടെ ഇടിവോട് കൂടി അവസാന മിനിറ്റിൽ 0.5% മുകളിലേക്കുള്ള ഒരു ഇടിവാണ് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചതെങ്കിൽ സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 0.5% തന്നെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഇടിവിന് പിന്നിൽ മറ്റ് പ്രധാനപ്പെട്ട സെക്ടറുകളിൽ നിന്നും IT 0.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0.5% കൂടുതൽ ഇടിവ് എന്ന് വേണം പറയാനായിട്ട്. ഓട്ടോ ഇൻഡെക്സ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട നിഫ്റ്റി 50യുടെ മുന്നേറ്റത്തിന് തടയിട്ടിട്ടുള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് നിലകൊണ്ടുള്ളത്. 1.25% ഒരു ഇടിവാണ്. തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റങ്ങൾക്ക് പിന്നാലെ എസ്പെഷ്യലി GST റിഫോംസിനൊക്കെ ശേഷമുള്ള ഒരു വലിയ റിട്ടേൺസിനൊക്കെ ശേഷം നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിലുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് റിയൽറ്റി മേഖലയാണ്. 2.49% ഒരു ഇടിവാണ് നമുക്ക് റിയൽറ്റി മേഖലയിൽ ഇന്ന് കാണാൻ സാധിച്ചത്. എഗെയിൻ മറ്റു പ്രധാനപ്പെട്ട സെഗ്മെന്റുകളിൽ PSU ബാങ്ക് വളരെയധികം മുന്നേറ്റം തുടക്കഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫോട് കൂടി തന്നെ PSU ബാങ്കിന്റെയും ഒരു മോഡ് പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് പ്രധാനപ്പെട്ട സൂചികകളിൽ എനർജി സെഗ്മെന്റും 0.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റൽ മേഖലയിലും സെല്ലിംഗ് പ്രഷർ കനത്തിരുന്നു. ആകെ കൂടി ഒരു പേരിനെങ്കിലും FMCG മേഖലയിലാണ് നമുക്കൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ജാസ്മിൻ ജമാലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ ഉടമസ്ഥാവകാശ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാർ. ലക്ഷ്യം വിദേശ നിക്ഷേപം ആകർഷിക്കൽ. ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ മറികടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ട്. അതേസമയം പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാർ ഉടമസ്ഥാവകാശം 51% അല്ലെങ്കിൽ അതിൽ കൂടുതലായി തന്നെ നിലനിർത്തിയായിരിക്കും പരിഷ്കരണം വരിക. നിലവിൽ പൊതുമേഖലയിൽ വിദേശ ഉടമസ്ഥാവകാശം 20%, എന്നാൽ സ്വകാര്യ ബാങ്കുകളുടേത് 74% വരെയാണ്. ബോർഡിന്റെ സ്വയംഭരണാധികാരത്തിലോ വായ്പാദാതാക്കളുടെ പൊതുപങ്കിലോ വിട്ടുവീഴ്ചയുണ്ടാവില്ല.
അല്ലാതെയുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്താനാണ് ശ്രമമെന്നും ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ധനമന്ത്രാലയ പ്രതിനിധികളിൽ നിന്നാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വിഷയത്തിൽ അധികം വൈകാതെ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം വരുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ-US ഊർജ്ജ വ്യാപാരം വരും വർഷങ്ങളിൽ വർദ്ധിക്കുമെന്ന് പീയൂഷ് ഗോയൽ. ആണവോർജ്ജ മേഖലയിലെ സഹകരണവും ഉടനെന്ന് റിപ്പോർട്ട്. ഗോയലിന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിൽ വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങളിൽ US പങ്കാളിത്തം നിർണായകമാണ്. ഊർജ്ജ മേഖലയിലെ ശക്തമായ ബന്ധം, വിലസ്ഥിരത, ഇന്ത്യക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവ ഉറപ്പാക്കും. ഊർജ്ജത്തിനപ്പുറം വിവിധ മേഖലകളിൽ US-ഉമായി പരിധിയില്ലാത്ത സാധ്യതകൾ തുറക്കാൻ സഹായിക്കുമെന്നും വാണിജ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ-US വ്യാപാര ചർച്ചയുടെ ഭാഗമായി അമേരിക്കയിലെത്തിയതായിരുന്നു അദ്ദേഹം. ഇന്ത്യയും US-ഉം ഒരുമിച്ച് പ്രവർത്തിക്കാൻ പദ്ധതിയിടുന്ന മറ്റൊരു മേഖല ആണവോർജ്ജമാണെന്നും ഗോയൽ വ്യക്തമാക്കി. വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഇന്ത്യ-US വ്യാപാര ചർച്ചയും പോസിറ്റീവായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെൻസെക്സ് 94,000-ലെത്തുമെന്ന HSBCയുടെ പ്രവചനം ഇന്ത്യൻ ഓഹരികളുടെ റേറ്റിംഗ് ന്യൂട്രലിൽ നിന്നും ഓവർ വെയ്റ്റായും ഉയർത്തി. മെച്ചപ്പെട്ട മൂല്യനിർണ്ണയങ്ങളും ശക്തമായ ആഭ്യന്തര പിന്തുണയും ചൂണ്ടിക്കാട്ടിയാണ് HSBCയുടെ പ്രവചനം. 2026 അവസാനത്തോടെയാണ് മുന്നേറ്റം കൈവരിക്കുകയെന്നും HSBC വിശദീകരിച്ചു. നിലവിൽ ഇന്ത്യൻ ഓഹരിക്ക് ഓവർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നൽകുന്നത്. ആഗോള പോർട്ട്ഫോളിയോയിലെ മറ്റ് വിപണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഓഹരികൾ ഇപ്പോൾ വാങ്ങാവുന്ന സമയമാണെന്ന സൂചനയാണ് ഈ റേറ്റിംഗിലൂടെ ഏജൻസി നൽകുന്നത്. കുറയുന്ന പണപ്പെരുപ്പം, സാമ്പത്തിക വളർച്ച, നയസ്ഥിരത എന്നിവ കരുത്താവുമെന്നും ഏജൻസി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് വലിയ പിൻവാങ്ങലാണ് നടത്തിയത്. എന്നിട്ടും ആഭ്യന്തര നിക്ഷേപകർ സ്ഥിരത പുലർത്തി. ഇത് വിപണിക്ക് വലിയ ഉത്തേജനമാണ് നൽകുന്നത്. കൊറിയ, തായ്വാൻ തുടങ്ങിയ മറ്റ് ഏഷ്യൻ വിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിപണി മികച്ചു നിൽക്കുന്നുവെന്നും HSBC റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഹരി വിപണി പ്രവേശനത്തിനൊരുങ്ങി ഫോൺപേ. പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് രഹസ്യമായി സെബിക്ക് അപേക്ഷ നൽകി. സമാഹരിക്കുക 12,000 കോടി രൂപ. ഓഫർ ഫോർ സെയിൽ വഴിയാണ് ഫോൺപേ ഓഹരികൾ വിൽക്കുക. അമേരിക്കൻ ഇ-കൊമേഴ്സ് ഭീമനായ വോൾമാർട്ട്, പ്രമുഖ നിക്ഷേപ സ്ഥാപനമായ ടൈഗർ ഗ്ലോബൽ, മൈക്രോസോഫ്റ്റ് എന്നിവയ്ക്ക് ഫോൺപേയിൽ ഓഹരി പങ്കാളിത്തമുണ്ട്. IPOയിൽ ഇവ കൈവശമുള്ള നിശ്ചിത ഓഹരി വിറ്റഴിച്ചേക്കും. ഏകദേശം 10% ഓഹരി പങ്കാളിത്തമാകും വിറ്റൊഴിയുക. 2026 തുടക്കത്തോടെയായിരിക്കും ഫോൺപേ ഓഹരി വിപണിയിൽ പ്രവേശിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,575 രൂപയും പവന് 84,600 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 8,700 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 144 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.